അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കിതാബു താരീഖിന്റെ ഒരു ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നാം ചെയ്യുന്നത്. ആമുഖമായി വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, എല്ലാ പാഠങ്ങളും ആവർത്തിച്ച് വായിക്കുകയും എഴുതാനുള്ളത് എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. താരീഖിൽ നമുക്ക് പഠിക്കാനുള്ളത് 13 പാഠങ്ങളാണ്. ദഅവത്തിന്റെ ആരംഭം എന്ന 1ാമത്തെ പാഠം മുതൽ നബി ചരിത്രം ഇതുവരെ. 1ാമത്തെ പാഠം ദഅവത്തിന്റെ ആരംഭം. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചതിനെ തുടർന്ന് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ തുടങ്ങി. ആദ്യകാലത്തെ പ്രബോധനം, തുടക്ക സമയത്തെ പ്രബോധനം വളരെ രഹസ്യമായിട്ടായിരുന്നു. 3 വർഷത്തോളം അങ്ങനെ രഹസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചു. അതിന്റെ ഫലമായി പല ആളുകളും ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ പുരുഷന്മാരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സ്ത്രീകളിൽ നിന്ന് ഖദീജ റളിയല്ലാഹു അൻഹ, കുട്ടികളിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു, അടിമത്തത്തിൽ നിന്ന് മോചിതരായവരിൽ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ രഹസ്യ പ്രബോധന സമയത്ത് പല പ്രമുഖന്മാരും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ രഹസ്യ പ്രബോധനവും ആരാധനകളും ഒക്കെ നടത്തിയിരുന്നത് ദാറുൽ അർഖമിൽ വെച്ചായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് 1ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇസ്ലാമിലേക്ക് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ ക്ഷണിച്ചത് എങ്ങനെ? രഹസ്യമായിട്ടായിരുന്നു. രഹസ്യക്ഷണം കാരണമായി എന്ത് സംഭവിച്ചു? പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചതാരെല്ലാം നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി 2ാമത്തെ പാഠം പരസ്യ പ്രബോധനം. നമ്മൾ നേരത്തെ പറഞ്ഞു 3 വർഷക്കാലം രഹസ്യമായ പ്രബോധനമായിരുന്നു. ആ 3 വർഷത്തെ രഹസ്യ പ്രബോധനത്തിന് ശേഷം പരിശുദ്ധമായ ഖുർആനിലെ ആയത്തിറങ്ങുകയാണ്, വഅൻദിർ അശീറതകൽ അഖ്റബീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യമായ പ്രബോധനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെയാണ് സഫാ പർവ്വതത്തിൽ കയറി തന്റെ കുടുംബമായ ഖുറൈശ് ഗോത്രക്കാരെയൊക്കെ വിളിച്ചു. അവരെല്ലാവരും വിളി കേട്ട് വരികയും ചെയ്തു. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഈ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ നിങ്ങൾ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ഒരേ സ്വരത്തിൽ അവർ പറഞ്ഞു, ഞങ്ങളത് വിശ്വസിക്കും. കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കക്കാർക്ക് മുഴുവനും അൽ അമീനാണ്, സത്യസന്ധനാണ്. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുറൈശ് സമൂഹമേ, നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് നിങ്ങൾ രക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം തുടങ്ങുകയാണ്. ഇത് കേട്ടയുടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവൻ കൂടിയായ അബൂലഹബ് പറഞ്ഞു, തബ്ബല്ലക് അലിഹാദാ ജമഅതന, നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചുകൂട്ടിയത്? അപ്പോൾ ഈ അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറഞ്ഞ ആ ഒരു സമയത്താണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മസദ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്നുള്ള സൂറത്ത് അവതരിക്കപ്പെടുന്നത്. ഉത്തരം പറയാം, ഖുറൈശ് ഗോത്രക്കാരെ സഫാ പർവ്വതത്തിൽ നിന്ന് വിളിച്ചത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത് എന്താണ്? ഈ പർവ്വതത്തിന്റെ പിറകിലൂടെ ഒരു കുതിരപ്പടയാളി സംഘം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവരെന്താണ് മറുപടി പറഞ്ഞത്? തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കും, കാരണം നിങ്ങളിൽ നിന്നൊരു കളവും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശ് ഗോത്രക്കാരെ വിളിച്ചു. ആരെല്ലാം വന്നു? എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി 3ാമത്തെ പാഠം, ആദ്യത്തെ പാലായനം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ ആദ്യത്തെ പാലായനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മെ ആരെങ്കിലും അന്യായമായി ആക്രമിക്കുവാൻ വന്നാൽ നാം എന്ത് ചെയ്യും? നാം പ്രതികരിക്കും, അല്ലേ? എന്നാൽ അതിനു മാത്രം നമുക്ക് ശക്തിയില്ലെങ്കിലോ അപ്പോൾ നാം അവിടെ നിന്ന് മാറി നിൽക്കും. അതല്ലേ ബുദ്ധി? ഈ ഒരു അവസ്ഥയായിരുന്നു മക്കയിൽ അക്കാലത്ത് മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നത്. ആവശ്യത്തിന് ആൾബലമില്ല, കാരണം ഇസ്ലാമിന്റെ തുടക്കമല്ലേ, ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതേയുള്ളൂ. ആവശ്യത്തിന് ആൾബലമില്ല, വേണ്ടത്ര ശക്തിയുമില്ല, തിരിച്ചടിക്കാൻ അള്ളാഹുവിന്റെ അനുവാദവുമില്ല. അതിനാൽ പ്രയാസം അനുഭവിക്കുന്ന തന്റെ അനുയായികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൽക്കാലം ആഫ്രിക്കൻ വൻകരയിൽപ്പെട്ട എത്യോപ്യയിലേക്ക് പോകുവാൻ പറഞ്ഞു. അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവുണ്ട് അവിടെ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എത്യോപ്യ അന്ന് ഭരിച്ചിരുന്ന നജ്ജാഷി രാജാവിനെ കുറിച്ചായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞത്. ആദ്യം ഇവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം, ഈ പലായനത്തിൽ ആദ്യമായി 10 പുരുഷന്മാരും 4 സ്ത്രീകളുമാണ് എത്യോപ്യയിലേക്ക് പോയത്. ഇതാണ് ആദ്യത്തെ പാലായനം. നുബുവത്തിന്റെ 5ാം വർഷം റജബ് മാസത്തിലായിരുന്നു ഇത്. ഈ കണക്കുകൾ വിദ്യാർത്ഥികൾ ഓർമ്മിച്ചു വെക്കുക. 3 മാസക്കാലം അവർ അവിടെ സുരക്ഷിതരായി കഴിഞ്ഞു.
മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു വാർത്ത ഇതിനിടെ പരന്നു. അതിനെ തുടർന്ന് അവർ സ്വദേശത്തേക്ക് തിരിച്ചെത്തി. എന്നാൽ ആ വാർത്ത ശരിയായിരുന്നില്ല. വീണ്ടും അങ്ങോട്ട് പോകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. തുടർന്ന് 83 പുരുഷന്മാരും 18 സ്ത്രീകളും അങ്ങോട്ട് പുറപ്പെട്ടു. ഇതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ ആദ്യത്തെ പലായനം. എവിടേക്കാണ് പലായനം ചെയ്തത്? എത്യോപ്യയിലേക്ക്. അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ആ രാജാവിന്റെ പേരെന്താണ്? നജ്ജാഷി രാജാവ്. എത്യോപ്യയിലേക്ക് ആദ്യം പോയത് എത്ര പേരായിരുന്നു? ആദ്യം 10 പുരുഷന്മാരും 4 സ്ത്രീകളുമാണ് പോയത്. രണ്ടാം തവണ പോയത് 83 പുരുഷന്മാരും 18 സ്ത്രീകളും അടങ്ങിയ സംഘമായിരുന്നു. ഇനി നാലാമത്തെ പാഠം, നജ്ജാഷി രാജാവ്. ഇന്ന് ഒരു രാജാവിന്റെ കഥ കേട്ടാലോ? കിഴക്കൻ ആഫ്രിക്കയിൽ എത്യോപ്യ എന്ന രാജ്യം ഭരിച്ചിരുന്നത് അസ്ഹൈമത്ത് എന്ന രാജാവായിരുന്നു. അദ്ദേഹമാണ് കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ച നജ്ജാഷി രാജാവ്. എത്യോപ്യയിലെ രാജാക്കന്മാർ നജ്ജാഷി, നേഗസ് എന്നാണ് അറിയപ്പെടുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, എത്യോപ്യയിലെ രാജാക്കന്മാർ നജ്ജാഷി, നേഗസ് എന്നാണ് അറിയപ്പെടുന്നത്. അനറബി രാജാവായ അദ്ദേഹം ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. എത്യോപ്യയിൽ എത്തിയ മുസ്ലിങ്ങൾ അദ്ദേഹം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു ഹബീബ എന്ന റംല റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മഹർ നൽകിയത് നജ്ജാഷി രാജാവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം സഹാബികളിൽ പെടുന്നില്ല. ഹിജ്റ 9-ാം വർഷം അദ്ദേഹം വഫാത്തായി. വിവരമറിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മേൽ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളെ, പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ച ആളുകളെ അങ്ങേയറ്റം സ്നേഹിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത ഒരു രാജാവ് കൂടിയായിരുന്നു നജ്ജാഷി. ഇനി ഇവിടെ ചേരുംപടി ചേർക്കാം. വിദ്യാർത്ഥികൾ പാഠങ്ങൾ കൃത്യമായി വായിച്ച് അതെല്ലാം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഉത്തരം പറയാം. നജ്ജാഷി രാജാവിന്റെ പേരെന്താണ്? നമ്മളിവിടെ പറഞ്ഞു, അസ്ഹൈമത്ത്. അതുപോലെ എത്യോപ്യൻ രാജാക്കന്മാർക്ക് പറയപ്പെടുന്ന പേരെന്താണ്? നജ്ജാഷി, നേഗസ്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിന് മഹർ നൽകിയതാരാണ്? ഈ നജ്ജാഷി രാജാവാണ്. നജ്ജാഷിയുടെ മരണവാർത്ത അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നജ്ജാഷി രാജാവിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിച്ചു. ഇനി ഇവിടെ ഈ ചേരുംപടി ചേർക്കാനുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. രാജാവ് എത്യോപ്യ, ഉമ്മു ഹബീബ, വഫാത്ത്, മഹർ. രാജാവ് നജ്ജാഷി, എത്യോപ്യ ഏതാണ്? ആഫ്രിക്ക. അതുപോലെ ഉമ്മു ഹബീബ ആരാണ്? റംല റളിയല്ലാഹു അൻഹ. വഫാത്ത് എപ്പോഴാണ്? ഹിജ്റ 9, മഹർ വിവാഹം. ഈ രൂപത്തിൽ അതിനെ യോജിപ്പിക്കേണ്ടതുണ്ട്. ഇനി പാഠം 5, ഉപരോധം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം നടക്കുന്നതിനിടയിൽ, ഇസ്ലാമിന്റെ പ്രബോധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുന്നതിന്റെ ഇടയിൽ മക്കയിലെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുയായികളെയും പല വിധത്തിലും ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പ്രബോധനത്തിൽ നിന്ന് പിന്മാറിയില്ല. കാരണം അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്ഷകർത്താവായ അബൂ താലിബിനെ ചെന്ന് കണ്ടു. അബൂ താലിബ് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ താലിബിന്റെ സംരക്ഷണത്തിലാണുള്ളത്. എന്നിട്ട് പറഞ്ഞു, തങ്ങൾക്ക് മുഹമ്മദിനെ വിട്ടുതരണം എന്ന് അവർ ആവശ്യപ്പെട്ടു. അബൂ താലിബ് അത് നിരാകരിച്ചു. അതോടെ ഖുറൈശികൾ യോഗം ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനുമെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു. അവർ അത് എഴുതി കഅബയിൽ തൂക്കുകയും ചെയ്തു. ഉപരോധം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ നിലക്കും നിസ്സഹകരണം പ്രഖ്യാപിക്കുക. അതിനാണ് ഉപരോധം എന്ന് പറയുക. ഒരു നിലക്കും സഹകരിക്കാതിരിക്കുക. ഉപരോധം വന്നതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും വീട് വിട്ട് ഒരു മലഞ്ചെരുവിലേക്ക് മാറേണ്ടി വന്നു. മതിയായ വെള്ളവും ഭക്ഷണവുമില്ലാതെ അവർക്കവിടെ 3 വർഷത്തോളം കഴിച്ചുകൂട്ടേണ്ടി വന്നിട്ടുണ്ട്. അവസാനം ഖുറൈശികൾ തന്നെ മനം നൊന്ത് ഉപരോധം പിൻവലിച്ചു. അതിനാൽ നബി കുടുംബം നിസ്സഹകരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. താമസിയാതെ അബൂ താലിബിന് രോഗം ബാധിച്ച് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ 3-ാം നാൾ ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്തായി. ആ വർഷത്തിനാണ് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിതൃവിന്റെയും പത്നിയുടെയും ദേഹവിയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഈ വർഷത്തെ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചത്. നുബുവത്തിന്റെ 10-ാം വർഷമായിരുന്നു ഇത്. ഇനി ഇവിടെ കാരണം വിവരിക്കുക. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനുമെതിരെ ഉപരോധം ഏർപ്പെടുത്തി. എന്തായിരുന്നു കാരണം? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം ശക്തിയാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആളുകൾ ഇങ്ങനെ ധാരാളമായി വരികയും ഒക്കെ ചെയ്ത ആ ഒരു സമയത്താണ്
അബൂ താലിബിന്റെ അടുത്ത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അബൂ താലിബ് അത് നിരാകരിച്ചു. അതിന്റെ പേരിലാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. നബുവത്തിന്റെ 10-ാം വർഷത്തിന് ആമുൽ ഹുസ്ൻ എന്ന് പറയുന്നു. കാരണം എന്താ? അബൂ താലിബും അതുപോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയതമയായിരുന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്തായ വർഷമാണ്. എത്ര വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും മലഞ്ചെരുവിൽ കഴിയേണ്ടി വന്നത്? 3 വർഷക്കാലം. 3 വർഷത്തോളം ആ മലഞ്ചെരുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കുടുംബവും കഴിച്ചുകൂട്ടി. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും എതിരെ ഉപരോധം ഏർപ്പെടുത്തിയത്? ഖുറൈശികൾ. അബൂ താലിബ്, ഖദീജ റളിയല്ലാഹു അൻഹ, ഇവരിൽ ആരാണ് ആദ്യം മരണപ്പെട്ടത്? അബൂ താലിബാണ് ആദ്യം മരണപ്പെട്ടത് റമദാൻ 12-ന്. പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹയാണ് പിന്നീട് മരണപ്പെട്ടത്. ഇനി അടുത്തത് 6-ാമത്തെ പാഠം, അരുത്, അങ്ങനെ ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വം നുബുവത്ത് ലഭിച്ചതിന് ശേഷം 10 വർഷം കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധമായ മക്കയിൽ ഇസ്ലാം ഇങ്ങനെ വളരുകയാണ്. ആ വളരുന്നതിനനുസരിച്ച് ശത്രുക്കളുടെ അക്രമങ്ങളും കൂടി വരികയാണ്. അബൂ താലിബിന്റെയും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെയും മരണത്തിന് ശേഷം അതൊന്നുകൂടി വർദ്ധിച്ചു. കാരണം അതുവരെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ താലിബിന്റെ സംരക്ഷണത്തിലായിരുന്നു. ഖുറൈശികൾക്ക് നബി തങ്ങൾ ആക്രമിക്കാൻ ചെറിയ പേടിയുണ്ടായിരുന്നു. അബൂ താലിബിന്റെ സംരക്ഷണത്തിലായിരുന്നു. എന്നാൽ അബൂ താലിബിന്റെയും ഖദീജ ബീവിയുടെയും വഫാത്തിന് ശേഷം അവരുടെ അക്രമം ഒന്നുകൂടെ വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് ബനു സഖീഫ് ഗോത്രക്കാരായ അമ്മാവന്മാർ ഇസ്ലാം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ച് അവരുടെ സഹായം ആഗ്രഹിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തായിഫിലേക്ക് പുറപ്പെട്ടത്. തായിഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബക്കാരാണുള്ളത്. അവരെ ഒന്ന് സന്ദർശിക്കണം, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം, അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ഏകദേശം 91 കിലോമീറ്റർ അകലെയുള്ള തായിഫിലേക്ക് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി പോകുന്നത്. പക്ഷേ അവിടുത്തെ സാഹചര്യം എന്തായിരുന്നു? ബനു സഖീഫ് ഗോത്രക്കാർ അനുകൂലമായി പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, അവർ കുട്ടികളെയും വിഡ്ഢികളെയും ഒക്കെ വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അവരുടെ ആക്രമണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിന് പരിക്ക് പറ്റുകയും രക്തം ഒഴുകുകയും ചെയ്തു. ആ തായിഫിൽ നിന്ന് അദ്ദാസ് എന്ന ഒരു ക്രിസ്ത്യൻ അടിമ മാത്രമാണ് അന്ന് ഇസ്ലാം സ്വീകരിച്ചത്. ഈ പരീക്ഷിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു. അങ്ങ് അനുവാദം തരികയാണെങ്കിൽ ആ 2 മലകളാൽ അവരെ മുഴുവനും നശിപ്പിക്കാം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? അരുത്, അങ്ങനെ ചെയ്യരുത്. കാരണം അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ എന്നെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിൽക്കാലത്ത് തായിഫുകാർ മുഴുവനും ഇസ്ലാമിലേക്ക് വന്നതാണ് പിന്നീട് ചരിത്രം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശാലമായ ആ ഒരു സ്നേഹം, കാരുണ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേയറ്റം ഉപദ്രവിച്ചിട്ടും ആക്രമിച്ചിട്ട് പോലും ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അവരെ ഞാൻ നശിപ്പിച്ചു കൊള്ളാം നബിയെ എന്ന് പറഞ്ഞിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം, കരുണ. ഇനി പൂർത്തിയാക്കാം. പരിശുദ്ധ മക്കയിൽ നിന്ന് ഏകദേശം 91 കിലോമീറ്ററാണ് തായിഫിലേക്ക്. തായിഫിലേക്ക് പോകുമ്പോൾ പ്രവാചകത്വം ലഭിച്ചിട്ട് 10 വർഷം കഴിഞ്ഞിരുന്നു. ഉത്തരം പറയാം. തായിഫ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന സഹാബി ആരാണ്? സയ്യിദ് ഇബ്നു ഹാരിസ്. തായിഫുകാരുടെ കാര്യത്തിൽ എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം? അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും അതുപോലെ അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായം ലഭിക്കാനും ഒക്കെ. തായിഫിൽ നിന്ന് അന്ന് ഇസ്ലാം സ്വീകരിച്ചതാരായിരുന്നു? അദ്ദാസ് എന്ന ക്രിസ്ത്യൻ സഹോദരൻ മാത്രമായിരുന്നു ഇസ്ലാം സ്വീകരിച്ചത്. ഇനി അടുത്തത് പാഠം 7, ദൗത്യം പുറം നാട്ടിലേക്ക്. ഇപ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം മക്കയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ദൗത്യം പുറം നാട്ടിലേക്ക് വ്യാപിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനത്തെ വ്യാപിപ്പിക്കുകയാണ്. അതാ അവിടെ ഒരു മരച്ചുവട്ടിൽ നിന്ന് ഒരു സംസാരം കേൾക്കുന്നു. തീർത്ഥാടനത്തിന് വന്നവരാരോ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനയിൽ ആ സംസാരം കേൾക്കുന്ന ഭാഗത്തേക്ക് നടന്നു. രാത്രിയാണെങ്കിലും ഒരു മങ്ങിയ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൽ അവരെ കണ്ടു. മദീനയിൽ നിന്ന് വന്നവരാണ് അവർ. 6 പേരുണ്ട്. തായിഫിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഇങ്ങനെ കണ്ടുമുട്ടുന്ന വിദേശികളുമായി സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവായിരുന്നു. അവരോട് തന്നെക്കുറിച്ചും തന്റെ ദൗത്യത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചു. അവർക്കത് ഇഷ്ടവും ബോധ്യവുമായി. അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. നുബുവത്തിന്റെ 11-ാം വർഷമായിരുന്നു ഇത്. അവർ നാട്ടിൽ തിരിച്ചെത്തി പലരോടും ഈ വിവരം പറഞ്ഞു. അവർക്കെല്ലാം ഇസ്ലാമിനെ കുറിച്ച് അറിയുവാൻ താല്പര്യമുണ്ടായി. ഒരു അന്ത്യപ്രവാചകൻ വരാനുണ്ടെന്നും അത് അറബികളിലാണ് വരിക എന്നും അവർ പണ്ടേ യഹൂദികളിൽ നിന്ന് കേൾക്കുന്നതാണ്. ഇത് ആ പ്രവാചകനായിരിക്കാം എന്ന് അവരുടെ മനസ്സ് പറഞ്ഞു.
അടുത്ത വർഷവും തീർത്ഥാടന കാലത്ത് അവർ മക്കയിലെത്തി. അവരുമായി മിനയിൽ അതേ സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചു. അപ്പോൾ അവർ 12 പേരുണ്ടായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു ഉടമ്പടിയും ചെയ്തു. ഇതിനാണ് ഒന്നാം അഖബ ഉടമ്പടി എന്ന് പറയുന്നത്. ആ വർഷം അവരോടൊപ്പം ഇസ്ലാമിനെ അവരുടെ നാട്ടിൽ പരിചയപ്പെടുത്തുവാൻ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ചു. മദീനയിൽ ഇസ്ലാം അതിവേഗം വളർന്നു. അപ്പോൾ മക്കയിൽ നിന്ന് പിന്നീട് ഇസ്ലാമിന്റെ ദൗത്യം പുറം നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ അത് എവിടേക്കാണ്? പരിശുദ്ധമായ മദീനയിലേക്കാണ്. ആരെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞയച്ചത്? മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ്. വിദ്യാർത്ഥികൾ ആ പേരുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉത്തരം പറയാം. എവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരെ കണ്ടുമുട്ടിയത്? മിനയിൽ വെച്ച്. അടുത്തത്, അവർ എത്ര പേരുണ്ടായിരുന്നു? ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ 6 പേരും രണ്ടാമത്തെ കൂടിക്കാഴ്ചയിൽ 12 പേരും ഉണ്ടായിരുന്നു. മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ദൗത്യത്തെക്കുറിച്ചും തന്നെക്കുറിച്ചും ഒക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് അത് ഇഷ്ടവും ബോധ്യവുമായി എന്ന് മാത്രമല്ല, അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. ഇനി രണ്ടാം പ്രാവശ്യം വന്നപ്പോൾ അവർ എത്ര പേരുണ്ടായിരുന്നു? 12 പേരുണ്ടായിരുന്നു. രണ്ടാം പ്രാവശ്യം അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചത് എവിടെ വെച്ചായിരുന്നു? ഈ മിനയിൽ വെച്ച് തന്നെയായിരുന്നു. ആ ഒരു ഉടമ്പടിക്കാണ് ഒന്നാം അഖബ ഉടമ്പടി എന്ന് പറയുന്നത്. ഇനി 8ാമത്തെ പാഠം ആകാശാരോഹണം. നമ്മളിവിടെ നല്ല മനോഹരമായ ഒരു ചിത്രം കാണുന്നുണ്ട്. സ്വർണ്ണ നിറത്തിലുള്ള ഈ വലിയ കുബ്ബയുടെ ഉള്ളിൽ എന്താണ് എന്നറിയാമോ? അതിനകത്ത് ഒരു പാറയാണ്. ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സായുടെ അകത്തുള്ള ഈ പാറയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകത്തേക്ക് ആരോഹണം ചെയ്തത്. മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മസ്ജിദുൽ അഖ്സയിൽ എത്തിയത്. ഈ യാത്രയാണ് ഇസ്റാ എന്നറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് ആകാശ ലോകത്തേക്ക് കയറിയതിന് മിഅ്റാജ് എന്നും പറയുന്നു. എന്താണ് ഇസ്റാ, എന്താണ് മിഅ്റാജ് എന്ന് വിദ്യാർത്ഥികൾ വേർതിരിച്ച് മനസ്സിലാക്കണം. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള പ്രയാണമാണ് ഇസ്റാ. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് പിന്നെ 7 ആകാശങ്ങളിലേക്ക് അള്ളാഹുവുമായുള്ള സംഭാഷണം, അതിനൊക്കെയാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. പ്രകാശത്തേക്കാൾ വേഗതയുള്ള ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിലായിരുന്നു ഈ യാത്ര. ഒപ്പം ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടായിരുന്നു. ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുവാൻ മസ്ജിദുൽ അഖ്സയിൽ മുൻകാല പ്രവാചകന്മാർ സന്നിഹിതരായിരുന്നു. അവർക്കെല്ലാം ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് നിസ്കരിച്ചു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശ ലോകങ്ങളിലേക്കും അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്കും പോയി. അള്ളാഹുവുമായി മുനാജാത്ത് എന്ന് പറഞ്ഞാൽ സംഭാഷണം നടത്തി. ഈ രാത്രിയാണ് അള്ളാഹു നമുക്ക് 5 വഖത്ത് നിസ്കാരം നിർബന്ധമാക്കിയത്. അതേ രാത്രിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. നുബുവത്തിന്റെ 11ാം വർഷം റജബ് മാസം 27ാം രാവിലായിരുന്നു ഈ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ് ഇസ്റാ മിഅ്റാജ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ പ്രപഞ്ചവും അതിലുള്ളത് മുഴുവനും കാണിച്ചു കൊടുത്ത അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു യാത്ര കൂടിയായിരുന്നു ഇസ്റാ മിഅ്റാജ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാമായിരുന്ന അബൂ താലിബും ബീവി ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്തായതിന്റെ ആ ഒരു വിഷമ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്റാ മിഅ്റാജ് എന്നുള്ള യാത്ര സംഘടിപ്പിക്കുന്നതും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോകുന്നതും ഒക്കെ. ഉത്തരം പറയാം. ഇസ്റാ എന്നാൽ എന്താണ്? മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള പ്രയാണം. മിഅ്റാജ് എന്നാൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശ ലോകത്തേക്കുള്ള പ്രയാണം. കുബ്ബയുടെ ഉള്ളിൽ ഉള്ളത് എന്താണ്? പാറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിയത് എവിടെ നിന്നാണ്? മസ്ജിദുൽ ഹറാമിൽ നിന്നാണ്. മസ്ജിദുൽ അഖ്സയിൽ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചത്? മുൻകാല നബിമാർ. ഇനി മസ്ജിദുൽ അഖ്സയിൽ എത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് എന്താണ്? മുൻകാല നബിമാർക്കൊക്കെ ഇമാമായി 2 റക്അത്ത് നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജ് യാത്രയിൽ ഉപയോഗിച്ച വാഹനം ഏതാണ്? അത് ബുറാഖാണ്. ഇനി 9ാമത്തെ പാഠം, വിശ്വാസികൾ മദീനയിലേക്ക്. ഒന്നാം അഖബ ഉടമ്പടിയെ കുറിച്ച് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നേരത്തെ നമ്മൾ തൊട്ട് മുമ്പത്തെ പാഠത്തിൽ ഒന്നാം അഖബയെ കുറിച്ച് പറഞ്ഞു. നബുവത്തിന്റെ 13ാം വർഷം മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നു. അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. മദീനയിലെ ഏറ്റവും പ്രധാന കുടുംബങ്ങളായിരുന്ന ഔസ്, ഖസ്റജ് എന്നീ കുടുംബങ്ങളിൽ നിന്നായി 73 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ് ആ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അവരും മിനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിക്കുകയും ഉടമ്പടി ചെയ്യുകയും ചെയ്തു.
ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും സംരക്ഷിക്കുന്നത് പോലെ താങ്കളെയും അനുയായികളെയും ഞങ്ങൾ സംരക്ഷിക്കും എന്ന് അവർ ഉറപ്പ് നൽകുകയും മദീനയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും അക്രമങ്ങളും ഇങ്ങനെ നേരിട്ട് കൊണ്ടേയിരിക്കുകയാണ്. ആ ഇടക്കാണ് മദീനയിൽ നിന്നുള്ള ഈ സ്നേഹത്തിന്റെ വിളി വരുന്നത്. ഇതിന് രണ്ടാം അഖബ എന്ന് പറയുന്നു. ഇത് അറിഞ്ഞ ഖുറൈശികൾ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അക്രമം ശക്തിയാക്കി. ഇതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളോട് മദീനയിലേക്ക് പോകുവാൻ പറഞ്ഞു. ആദ്യമായി പുറപ്പെട്ടത് അബൂ സലമത്തൽ മഖ്സൂമി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അബൂ സലമയെ തടയുവാൻ ഖുറൈശികൾ ശ്രമിച്ചു. എന്നാൽ അവർക്ക് അതിന് കഴിഞ്ഞില്ല. തുടർന്ന് ഓരോരുത്തരായി മദീനയിലേക്ക് പുറപ്പെട്ടു. രാത്രിയിൽ ആരും കാണാതെ രഹസ്യമായിട്ടായിരുന്നു യാത്രകൾ. ഉമർ റളിയല്ലാഹു അൻഹു പരസ്യമായിട്ടായിരുന്നു പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരും മക്കയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാത്തവരും ഒഴിച്ച് വിശ്വാസികൾ എല്ലാവരും മദീനയിൽ എത്തിച്ചേർന്നു. അപ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ രണ്ടാമത്തെ മൈഗ്രേഷൻ പാലായനം, അതാണ് മദീനയിലേക്കുള്ള പാലായനം. നമ്മൾ നേരത്തെ എത്യോപ്യയിലേക്കുള്ള പാലായനം അതായിരുന്നു ഒന്നാമത്തെ പാലായനം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശേഷം രണ്ടാമത്തെ പാലായനം നടക്കുകയാണ്. എന്തുകൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നത്? ഖുറൈശികളുടെ അക്രമം കൂടിയ ഒരു സാഹചര്യത്തിലാണ് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും മദീനയിലേക്ക് പാലായനം ചെയ്തത്. അടുത്തത് ഉത്തരം പറയാം. ഒന്നാം അഖബ ഏതു വർഷത്തിലായിരുന്നു? നേരത്തെ മുൻപാഠത്തിൽ നമ്മൾ പഠിച്ചു, നുബുവത്തിന്റെ 12-ാം വർഷം. രണ്ടാം അഖബ ഏതു വർഷത്തിലായിരുന്നു? നുബുവത്തിന്റെ 13-ാം വർഷം. രണ്ടാം അഖബയിൽ പങ്കെടുത്ത പുരുഷന്മാർ എത്രയാണ്? 73 പുരുഷന്മാര്, അതുപോലെ 2 സ്ത്രീകൾ. അപ്പോൾ 73 പുരുഷന്മാർ. രണ്ടാം അഖബയിൽ പങ്കെടുത്ത സ്ത്രീകൾ എത്രയാണ്? 2 സ്ത്രീകൾ. ഇനി അടുത്തത് പൂർത്തിയാക്കാം. മദീനയിലേക്ക് ആദ്യമായി പോയതാരാണ്? അബൂ സലമത്തൽ മഖ്സൂമി റളിയല്ലാഹു അൻഹു ആണ്. മദീനയിലേക്ക് പരസ്യമായി പോയതാരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഡാഷ് എന്നീ കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു രണ്ടാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്തത്. ആരാണ്? ഔസ്, ഖസ്റജ് എന്നീ മദീനയിലെ കുടുംബക്കാർ. ഇനി ഇവിടെ ചേർത്ത് വായിക്കാം. ഒന്നാം അഖബ 6 പേര്. ആദ്യം മദീനയിലേക്ക് പുറപ്പെട്ടത് അബൂ സലമത്തൽ മഖ്സൂമി. രണ്ടാം അഖബ 75 പേര്. രഹസ്യമായി രാത്രി യാത്ര. ഈ രൂപത്തിൽ അതിനെ മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഇനി അടുത്തത് പാഠം 10, ദാറുൻ നദുവയിലെ ഗൂഢാലോചന. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാനുള്ള ശ്രമങ്ങൾ ആലോചിക്കുകയാണ് ഇവിടെ ശത്രുക്കൾ. പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, ഭീഷണിപ്പെടുത്തിയിട്ട് ഫലിക്കുന്നില്ല. മുഹമ്മദും ആദർശവും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? ഇതായിരുന്നു അന്നത്തെ ദാറുൻ നദുവയിലെ ചർച്ച. ഖുറൈശികളിലെ എല്ലാ പ്രധാനികളും ചർച്ചക്കെത്തിയിട്ടുണ്ട്. ചങ്ങലക്കിട്ട് ഒരു മുറിയിൽ അടച്ചിടാം, ഒരാൾ പറഞ്ഞു. അത് ഫലപ്പെടില്ല. ഒരു പഴുത് കിട്ടിയാൽ തന്റെ അനുയായികളുമായി അദ്ദേഹം ബന്ധപ്പെടും. മറ്റൊരാൾ ആ അഭിപ്രായത്തെ തള്ളിക്കളഞ്ഞു. നമുക്ക് അദ്ദേഹത്തെ നാട് കടത്താം, മറ്റൊരാൾ നിർദ്ദേശിച്ചു. അപ്പോൾ ആ നാട്ടിൽ നിന്ന് വളർന്ന് അദ്ദേഹം നമ്മളോട് പ്രതികാരം ചെയ്യും. അങ്ങനെ ആ അഭിപ്രായവും തള്ളപ്പെട്ടു. എന്റെ അഭിപ്രായം മറ്റൊന്നാണ്. അബൂജഹൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കി. അദ്ദേഹം തുടർന്നു, ഓരോ കുടുംബത്തിൽ നിന്നും ഓരോരുത്തർ ആയുധവുമായി വീട് വളയുക. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാവരും ചേർന്ന് ആക്രമിച്ച് വധിച്ചു കളയുക. അത് നല്ല അഭിപ്രായമാണ്. എല്ലാവരും അത് ശരിവെച്ചു. അവർ പിരിഞ്ഞു. അവർ അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളഞ്ഞു. വിവരം വഹയിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിനോട് തന്റെ വിരിപ്പിൽ കിടന്നുറങ്ങുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചു. രാത്രി അല്പം കഴിഞ്ഞപ്പോൾ ഒരു പിടി മണ്ണെടുത്ത് ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന സൂറത്ത് യാസീനിലെ ആയത്തോതി വീട് വളഞ്ഞു നിൽക്കുന്നവർക്ക് നേരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എറിഞ്ഞു. അവരുടെ ഇടയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. ഇവിടെ യഥാർത്ഥത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി, വധിച്ചു കളയാൻ വേണ്ടി അബൂജഹലിന്റെ നേതൃത്വത്തിൽ ശത്രുക്കൾ തീരുമാനമെടുത്തതായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ ആ വിവരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിക്കുകയും അലി റളിയല്ലാഹു അൻഹുവിനെ തന്റെ കട്ടിലിൽ കിടത്തുകയും എന്നിട്ട് ഒരു പിടി മണ്ണ് വാരി എടുത്തുകൊണ്ട് ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന ആയത്തോതി അതിലൂതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ചുഴറ്റി എറിയാണ്. ശത്രുക്കളുടെ കണ്ണിലേക്കൊക്കെ പൊടിയാവുകയും അവർ ഇങ്ങനെ കണ്ണ് തിരുമുന്നതിന്റെ ഇടയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഉത്തരം പറയാം. ഖുറൈശികൾ ഗൂഢാലോചന നടത്തിയത് എവിടെ വെച്ചായിരുന്നു? ദാറുൻ നദുവയിൽ വെച്ചായിരുന്നു. ആരോടാണ് തന്റെ വിരിപ്പിൽ ഉറങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചത്? അലി റളിയല്ലാഹു അൻഹുവിനോട്.
നാട് കടത്തുന്നത് ഫലം ചെയ്യില്ല. കാരണം എന്താണ്? ആ നാട്ടിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരും, എന്നിട്ട് നമ്മെ പ്രതികാരം ചെയ്യും. മണ്ണെടുത്ത് എറിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചൊല്ലിയത്? ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്നാണ് ചൊല്ലിയത്. ഇനി പാഠം 11. ഇന്നല്ലാഹ മഅന, തീർച്ചയായും അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ഗാർ സൗറിന്റെ ഫോട്ടോ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. മുകളിൽ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? അത് സൗർ ഗുഹയുടെ ചിത്രമാണ്. മദീനയിലേക്കുള്ള ചരിത്ര പ്രസിദ്ധമായ ഹിജ്റ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഒളിച്ചിരുന്ന ഗുഹയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പിടി മണ്ണ് വാരി വീട് വളഞ്ഞു നിൽക്കുന്ന ശത്രുക്കൾക്കെതിരെ എറിഞ്ഞു എന്ന് കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചില്ലേ? അങ്ങനെ ഇറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ പോയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കായിരുന്നു. അന്ന് പകൽ തന്നെ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയുടെ സൂചന നൽകിയിരുന്നു. വാഹനങ്ങൾ ഒരുക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയായിരുന്നു. ആ രാത്രിയിൽ തന്നെ അവർ അവിടെ നിന്ന് ഇറങ്ങി. അവർ നേരെ പോയത് മക്കയുടെ തെക്ക് ഭാഗത്തുള്ള സൗർ മലയുടെ മുകളിലുള്ള ഗുഹയിലേക്കായിരുന്നു. ശത്രുക്കൾ തങ്ങളെ അന്വേഷിച്ചു വരും എന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ മദീനയുടെ നേരെ എതിർദിശയിലേക്ക് പോയത്. നേരം പുലർന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും രക്ഷപ്പെട്ട വിവരം ശത്രുക്കൾ അറിഞ്ഞത്. ഉടനെ അവർ ഇരുവരെയും കണ്ടെത്തുന്നവർക്ക് വലിയ വിലയുള്ള ഇനാം, സമ്മാനം പ്രഖ്യാപിച്ചു. ഇനാമിൽ കണ്ണുവെച്ച് അവരിൽ പലരും തിരഞ്ഞ് സൗർ ഗുഹയുടെ അടുത്തുവരെ എത്തി. അവരുടെ കാലുകൾ കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിഷമിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അബൂബക്കർ തങ്ങളെ, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ലാ തഹ്സൻ, ദുഃഖിക്കേണ്ടതില്ല. ഇന്നല്ലാഹ മഅന, തീർച്ചയായും അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ശത്രുക്കൾ ഇങ്ങനെ ഒന്ന് തല താഴോട്ടായിട്ട് നോക്കിയാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കാണാമായിരുന്നു. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ ഉണ്ടാക്കിയ പേടി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്വസിപ്പിച്ചു, ഇന്നല്ലാഹ മഅന, തീർച്ചയായും അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. 4-ാം ദിവസം അവർ അവിടെ നിന്നും മദീനയിലേക്ക് പുറപ്പെട്ടു. മുൻ നിശ്ചയപ്രകാരം അബ്ദുല്ലാഹിബ്നു അരീഖത്ത് ദുഅലി ആയിരുന്നു വഴികാട്ടി. സാധാരണ യാത്രക്കാർ പോകുന്ന വഴിയിലൂടെ ആയിരുന്നില്ല അവരുടെ യാത്ര. അതേസമയം മദീനക്കാർ ഖുബായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി ശരി ഉത്തരം തിരഞ്ഞെടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മണ്ണറിഞ്ഞത് ആർക്ക് നേരെയാണ്? വീട് വളഞ്ഞവർക്ക് നേരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാത്രി പോയത് എങ്ങോട്ടാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്. ഗുഹയിൽ അവർ ഒളിച്ചിരിക്കുവാനുള്ള കാരണം എന്തായിരുന്നു? അവർ തിരഞ്ഞുവരും, ശത്രുക്കൾ തിരഞ്ഞുവരും എന്ന ഭയം. അവർ രക്ഷപ്പെട്ട വിവരം ശത്രുക്കൾ അറിഞ്ഞതപ്പോഴാണ്, രാവിലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും തിരയുവാനുണ്ടായിരുന്ന പ്രചോദനം എന്തായിരുന്നു? ശത്രുക്കൾ പ്രഖ്യാപിച്ച ഇനാം, സമ്മാനമായിരുന്നു. ഇനി പൂരിപ്പിക്കാം. അന്ന് പകൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് യാത്രയുടെ സൂചന നൽകിയിരുന്നു. രണ്ടാമത്തത്, സൗർ ഗുഹ മക്കയുടെ ഡാഷ് ഭാഗത്താണ്, തെക്ക് ഭാഗത്താണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഡാഷ് ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു. യാത്രക്ക് വേണ്ട വാഹനമൊക്കെ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചു. എത്ര ദിവസമാണ് അവർ സൗർ ഗുഹയിൽ കഴിഞ്ഞത്? 3 ദിവസം. ആരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്രയിലെ വഴികാട്ടി? നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അബ്ദുല്ലാഹിബ്നു അരീഖത്ത് ദുഅലി എന്നവരായിരുന്നു ആ യാത്രയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴികാട്ടി. അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആര്? എവിടെ? മസ്ജിദുൽ ഖുബായിൽ മദീനക്കാരായ ആളുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇനി അടുത്തത് പാഠം 12. ത്വലഅൽ ബദ്റു അലൈനാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോ മദീനക്കാരായ ആളുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പാടിയ അതിമനോഹരമായ പാട്ടാണ് ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ. ഈ വരികൾ നമുക്ക് സുപരിചിതമാണ്. ഇത് ഇത്ര സുപരിചിതമാകാൻ എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും മദീനയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അവരെ സ്വീകരിച്ചുകൊണ്ട് മദീനക്കാർ പാടിയ വരികളാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഹിജ്റ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 53 വയസ്സായിരുന്നു. ഹിജ്റ മുതൽ പുതിയ ഒരു ചരിത്രം തുടങ്ങുകയാണ്. 4-ാം ദിവസം രാവിലെയാണ് അവർ സൗർ ഗുഹയിൽ നിന്നിറങ്ങിയത്. അതുവരെ അവർക്ക് ഭക്ഷണം എത്തിച്ചിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ ആയിരുന്നു.
അവർക്ക് മക്കയിലെ വിവരങ്ങൾ എത്തിച്ചിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഈ പേരുകളൊക്കെ വിദ്യാർത്ഥികൾ പ്രത്യേകം പഠിച്ചു വെക്കണം. അവർക്ക് പാൽ എത്തിച്ചിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടിമ ആമിർ ബിൻതു ഫുഹൈറ എന്നവരായിരുന്നു. 8 ദിവസം കൊണ്ടാണ് അവർ ഖുബായിൽ എത്തിച്ചേർന്നത്, മദീനയിലേക്ക് എത്തിച്ചേർന്നത്. ഖുബായിൽ ബനു അംർ ഇബ്നു ഔഫ് ഗോത്രക്കാരോടൊപ്പമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞിരുന്നത്. ഈ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് ഖുബാ നിർമ്മിക്കുന്നത്. മദീനയിലെത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി ചെയ്യുന്നത് എന്താണ്? അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമായിരുന്നു ഏത്? പരിശുദ്ധമായ ഹിജ്റ. അടുത്തത് 4-ാം ദിവസം രാവിലെയാണ് അവർ ഇറങ്ങിയത്. എവിടെ നിന്ന്? സൗർ ഗുഹയിൽ നിന്ന്. എത്ര ദിവസം കൊണ്ടാണ് അവർ ഖുബായിൽ എത്തിച്ചേർന്നത്? 8 ദിവസം കൊണ്ട്. ഖുബായിൽ ഏത് ഗോത്രത്തോടൊപ്പമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചിരുന്നത്? ബനു അംർ ഇബ്നു ഔഫ് ഗോത്രത്തിനോടൊപ്പമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചത്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർമ്മിച്ച മസ്ജിദിന്റെ പേരെന്താണ്? മസ്ജിദ് ഖുബാ. ഇനി പൂരിപ്പിക്കാം. അവർക്ക് ഭക്ഷണം എത്തിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സൗർ ഗുഹയിലായിരിക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം എത്തിച്ചിരുന്നത് ആരായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ അസ്മാ റളിയല്ലാഹു അൻഹ ആയിരുന്നു. അവർക്ക് വിവരങ്ങൾ എത്തിച്ചിരുന്നത് ആരായിരുന്നു? മക്കയിലെ വിവരങ്ങൾ എത്തിച്ചിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇനി അവർക്ക് പാല് എത്തിച്ചു കൊടുത്തത് ആരായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ അടിമയായ ആമിർ ബിൻതു ഫുഹൈറ എന്നവരായിരുന്നു. ഈ പേരുകളൊക്കെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചേർത്തു വെക്കാം, പുതിയ ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു ഹിജ്റ. സൗർ ഗുഹയിൽ നിന്ന് ഇറക്കം 4-ാം ദിവസം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ. പാലെത്തിച്ചിരുന്നത് ആമിർ. മദീനയിലെ ആദ്യത്തെ പള്ളി മസ്ജിദ് ഖുബാ. ഇനി അവസാനത്തെ പാഠം നബി ചരിത്രം ഇതുവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള നമ്മളൊക്കെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട മുത്തുനബിയുടെ ആ ചരിത്രം ഒന്നും കൂടെ ഇവിടെ ഓർമ്മപ്പെടുത്തി തരികയാണ്. 40-ാം വയസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചു. നുബുവത്തിന്റെ ആദ്യത്തെ 3 വർഷം രഹസ്യ പ്രബോധനം നിർവഹിച്ചു. നുബുവത്തിന്റെ 5-ാം വർഷം പീഡിപ്പിക്കപ്പെട്ട അനുയായികളെ എത്യോപ്യയിലേക്ക് അയച്ചു. നുബുവത്തിന്റെ 10-ാം വർഷം പിതൃവൻ അബൂ താലിബും പത്നി ഖദീജ ബീവിയും മരണപ്പെട്ടു. നുബുവത്തിന്റെ 10-ാം വർഷം തായിഫിലേക്ക് യാത്ര നടത്തി. ആ യാത്രയിൽ പ്രതീക്ഷിച്ച ഫലം ഉണ്ടായില്ല. നുബുവത്തിന്റെ 11-ാം വർഷം ഇസ്രാഉം മിഅ്റാജും ഉണ്ടായി. നുബുവത്തിന്റെ 12-ാം വർഷം 1-ാം അഖബ ഉടമ്പടി നടന്നു. നുബുവത്തിന്റെ 13-ാം വർഷം 2-ാം അഖബ ഉടമ്പടി ഉണ്ടായി. നുബുവത്തിന്റെ 14-ാം വർഷം റബീഉൽ അവൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയി. മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് ഖുബാ നിർമ്മിച്ചു. നമ്മൾ 1 മുതൽ 12 വരെയുള്ള പാഠങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ചുരുക്കമാണ് ഈ 13-ാമത്തെ പാഠം നബി ചരിത്രം ഇതുവരെ എന്നുള്ള ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ആദ്യം മുതൽ അവസാനം വരെയും പാഠങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ആവർത്തിച്ച് വായിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. താരീഖാണ്. പല വിഷയങ്ങളും, പല കണക്കുകൾ, പല പേരുകൾ, പല വർഷങ്ങൾ, ഇതെല്ലാം നമ്മൾ ഓർമ്മിച്ചു വെക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷയിലൊക്കെ നല്ല ഉന്നതമായ വിജയം നൽകി അല്ലാഹു ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.